സുഖമായിരിക്കുന്നോ? ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. ഓഫ് ഡേ എന്നുള്ള പേരേ ഉള്ളൂ. ആക്ച്വലി ഇന്നൊരു ബിസി ഡേ തന്നെയാണ് കേട്ടോ എനിക്ക്. അപ്പം എൻ്റെ ആ ഒരു ഡേ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഞാൻ നേരത്തെ എണീക്കാറുണ്ട് വർക്ക് ഉള്ളപ്പം. ഇന്ന് വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ലോ മോർണിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക്. രാവിലെ എണീക്കാൻ ഒത്തിരി മടിയുള്ള ആളാണ്. പക്ഷെ നമുക്ക് ഇപ്പം എണീക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ഞാനൊരു 8:30 വരെ കിടന്നുറങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ വേഗം എണീച്ചു. കുറച്ച് വർക്ക് ഉണ്ട്. ഹസ്ബൻഡ് ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പം ലഞ്ച് എന്തായാലും എനിക്ക് പാക്ക് ചെയ്ത് വിടണം. അപ്പം അധികം ലേറ്റ് ആയാൽ അതും ലേറ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എണീച്ചു കേട്ടോ. പിന്നെ രാവിലെ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അതിന് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടും, പിന്നെ ഒരു ലിപ് ബാമും ഇടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് തണുപ്പ് കാലമാണ്. ഈ ജനുവരിയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഹൈദരാബാദ്. അപ്പം ഞാൻ എന്തായാലും സ്കിന്ന് നമുക്ക് ഡ്രൈ ആയി പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും ഞാനിടും. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്കിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നും. എണീറ്റ് കഴിഞ്ഞാലേ എനിക്ക് അപ്പം തന്നെ എന്തെങ്കിലും കഴിക്കാൻ തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആവില്ലല്ലോ. അപ്പം വിശപ്പൊന്ന് അടക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കുടിക്കാറുണ്ട്. ഇന്ന് ഞാൻ ബൂസ്റ്റാണ്. എന്താ വെച്ചാൽ എനിക്കിന്ന് എന്തോ അത്യാവശ്യം വിശപ്പ് തോന്നി. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ എന്തെങ്കിലും വയറ് വിശന്നിരിക്കണ്ടേ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും ആദ്യം തന്നെ ഉള്ളിലെത്തിട്ടേ എന്ന് വിചാരിച്ചിട്ട് ബൂസ്റ്റ് ഉണ്ടാക്കി ബൂസ്റ്റ് കുടിച്ചു. അതല്ല വെച്ചാൽ ചിലപ്പം കട്ടനോ അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന ഒരു സമയമാണെങ്കിൽ എന്തെങ്കിലും ലെമൺ ചില ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും വെജിറ്റബിൾ സ്റ്റൂ ആണ് എൻ്റെ പ്ലാനിലുള്ളത്. നമുക്ക് കുക്ക് ചെയ്യാം. പുട്ടുപൊടി ഞാൻ മേടിക്കാറാണ് കേട്ടോ. പുട്ടുപൊടി മാത്രം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. എനിക്കത് നാട്ടിലെ ബ്രാൻഡാണ് ഇഷ്ടം. പിന്നെ പത്തിരിപ്പൊടിയൊക്കെ, അപ്പം പൊടി, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഞാൻ മേടിക്കാറാണ്. എനിക്കെന്താ അറിയില്ല, ഇത് ഇവിടെ കിട്ടുന്ന പൊടി പുട്ടിന് എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇഷ്ടുക്കറിയാണ്. എന്താ വെച്ചാൽ ഞാൻ സാധാരണ കടലക്കറിയാണ് വെക്കാറ് പുട്ടിന്. ഇന്ന് പിന്നെ എനിക്ക് കുറച്ച് പൊട്ടാറ്റോസ്, ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അത് ഇനിയും വെച്ച് കഴിഞ്ഞാൽ അത് മുള വരും. അതുകൊണ്ട് ഞാൻ വേഗം അത് ഇഷ്ടമാക്കി. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാണ്. അങ്ങനെ ചെയ്താലുള്ള യൂസ് എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങ്. ഞാൻ കുക്കറിൽ ഇടാറില്ല. എനിക്ക് അങ്ങനെ വെജിറ്റബിൾസ് വെന്തലിയുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് നോർമലി തന്നെയാണ് ഞാൻ വെക്കാറ്. പിന്നെ പുട്ടുകുറ്റിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ അത് ഓക്കെ ആയിട്ട് തോന്നില്ല. അപ്പം ഹൈദരാബാദിലേക്ക് ആയതുകൊണ്ട് ഒരുപാട് ദൂരം ഇല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഈ ഇഷ്ടു കറിക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുക്കുക. തേങ്ങ നമുക്കിവിടെ അധികം കിട്ടാത്തതുകൊണ്ട് അത് പാലെടുക്കാൻ മുതലാവില്ല. അതുകൊണ്ട് തേങ്ങാപ്പാലിൻ്റെ പൊടി ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റ് മിക്സ് ചെയ്ത് ചേർത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ ഒരു പരിപ്പ് കറിയാണ്, നമുക്ക് തടുക്കാ ദാൽ എന്ന് പറയും ഇവിടെ. തുവരപ്പരിപ്പും പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഞാൻ വേവിക്കും. അതിനുശേഷം തടുക്കാച്ച നമുക്ക് വറവിയും വെച്ചാൽ കടുകല്ല, ഈ ജീരകം, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇങ്കില്ലേ എന്ന് വെച്ചാൽ നമ്മളെ കായപ്പൊടി, അതെല്ലാം കൂടി ഇട്ടിട്ട് തടുക്ക ചെയ്യും, വറവ് ചെയ്യും. പിന്നെ ഞാൻ വെറും പരിപ്പല്ല, അതിനകത്ത് സ്പിനാച്ച് ഇട്ടിട്ടുണ്ട്. അതായത് പാലക് ചീരയും കൂടി മിക്സ് ചെയ്യും. കുറച്ച് വൈറ്റമിൻസ് കിട്ടട്ടെ, ഞാനൊരു ഡയറ്റീഷ്യനാണ്, അതുകൊണ്ട് കുറച്ച് ന്യൂട്രീഷ്യസ് ആവട്ടെ ഫുഡ് എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നെയ്യ് ചേർത്താൽ ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. പുട്ട്, സ്റ്റൂ, ചോറ്, കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് ഡിഷ് ക്ലീൻ ചെയ്യാനുണ്ട്. എനിക്കൊരു ദിവസം ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ അറിയുമോ നിങ്ങൾക്ക്? കിച്ചൺ വർക്ക്. പക്ഷെ നമുക്ക് ഉണ്ടാക്കിയില്ലേ പറ്റുള്ളൂ, വേറെ നിവർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യാണ്. പിന്നെ അതിലേറ്റവും ഇഷ്ടമില്ലാത്തത് പാത്രം കഴുകലും, ഈ ക്ലീൻ ചെയ്യൽ, പാത്രങ്ങൾ മൊത്തം ക്ലീൻ ചെയ്ത് വെക്കുക.
എന്താ അറിയില്ല, എനിക്ക് തുടക്കം തൊട്ടേ ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പാത്രം കഴുകാൻ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കുഞ്ഞു തൊട്ടേ. അതിനുശേഷം പിന്നെ വലുതാകുമ്പോൾ നമുക്ക് അതല്ലാതെയും നോർമലായിട്ടുള്ള എല്ലാ കിച്ചൺ വർക്കും നമ്മളെ തലയിലേക്ക് വരുമല്ലോ, പെൺകുട്ടിയല്ലേ അതുകൊണ്ട്. അപ്പം എന്താ അറിയില്ല, എനിക്ക് അടുക്കളയത്തെ ഏർപ്പാട് കുക്കിംഗ് ഓക്കെ ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും നന്നായിട്ട്, മീൻസ് നന്നായിട്ടല്ല, തരക്കേടില്ലാതെ കുക്ക് ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ കിച്ചണിൽ നിൽക്കുന്നത് എന്താ അറിയില്ല, എനിക്കിഷ്ടമല്ല. അത് നല്ല ഹാബിറ്റാണോ ചീത്ത ഹാബിറ്റാണോ അറിയില്ല. കാരണം ഫുഡ് ഉണ്ടാക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു നമുക്കൊന്നും അതിനകത്ത് അച്ചീവ് ചെയ്യാനില്ല എന്ന് ഉള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അപ്പം ആവശ്യത്തിന് കുക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോരുക. കൂടുതൽ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും. അയ്യോ ഇത് മാത്രമാണല്ലോ ഞാൻ ചെയ്യുന്നത് ആലോചിച്ചിട്ട്. അപ്പം പാത്രം കഴുകല്ലാതെ വേറെ നിർത്തിയില്ല. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ തുടങ്ങുകയാണ്. എന്താ അറിയില്ല, എനിക്ക് പാത്രങ്ങൾ ഒത്തിരി ഉണ്ടാവും കഴുകാൻ. അത് എൻ്റെ പ്രശ്നമാണോ ഇനിയിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയില്ല. ഞാൻ ചെറുപ്പത്തിൽ അമ്മേനോട് പറയുമായിരുന്നു, 1,00,000 പാത്രമല്ല ഞാൻ ഒരു ദിവസം കഴുകുന്നത്. സത്യമാണ്. വീട്ടിൽ പാത്രങ്ങൾ ഒരുപാടില്ല, പക്ഷെ കഴുകാൻ ഒരുപാടുണ്ടാവും. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര കുറച്ചാലും ഇങ്ങനെ വെസൽസ് ഉണ്ടാവും. ഇപ്പം ഇന്നിപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതലുള്ള ആളോട് എന്തായാലും പറയും, നമുക്ക് ഷെയർ ചെയ്യാൻ പറയും. തൽക്കാലം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈവനിങ് വരെ ഉള്ളത് ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ലഞ്ചൊക്കെ പാക്ക് ചെയ്യാൻ കൊടുത്തു വിടാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എല്ലാം ലഞ്ച് വരെ ഉള്ളത് ചെയ്ത് തീർത്തു. പിന്നെ കുറച്ച് കൂടുതൽ സമയം എനിക്ക് അടുക്കളയിൽ നിൽക്കേണ്ടി വന്നു, ഈ ഷൂട്ടും എല്ലാം കൂടി ആയിരുന്നു. പക്ഷെ എന്നാലും അറൗണ്ട് ഒരു 10:30 ആയപ്പം കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യും. കാരണം കുറച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് അധികം ഞാൻ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഒരു ബ്രേക്ക് പോലെ എടുക്കും, കുറച്ച് TV കാണണം, പിന്നെ കിടക്കും. ഉറക്കം ഉണ്ടെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്. ഞാനൊരു ക്ലിനിക്കൽ ഡയറ്റീഷ്യനാണ്. അപ്പം ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ. അവർ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ടാവില്ലേ, അവർക്ക് ഒരു കോഴ്സ്, അതിനുള്ള എന്തോ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ന്യൂട്രീഷൻ്റെ ഒരു പേപ്പറുണ്ട്. അപ്പം അവരെന്നെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ടീച്ചിങ് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, ബട്ട് അവർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ളത് ഞാൻ ഓൾറെഡി സ്ലൈഡ്സും PPT എല്ലാം റെഡിയാണ്. ഒന്നുകൂടി എനിക്കത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അവർക്ക് കുറച്ച് കാൽക്കുലേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ അതിനുശേഷം ക്ലാസ് ഉണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ച് ക്ലീനിങ് വർക്ക് ഉണ്ട്, ഇവിടെ അടിച്ചു വാരാനൊക്കെ. പിന്നെ മാർക്കറ്റ് പോകാനുണ്ട് ഈവനിങ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം എല്ലാ ഫ്രൈഡേസിൽ ഇവിടെ മാർക്കറ്റ് മാർക്കറ്റ് വരികയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം മാർക്കറ്റ് പോയി സാധനങ്ങൾ മേടിക്കല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിൽക്കുന്ന ഹൈദരാബാദാണ്. അപ്പം ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഗല്ലി ഉണ്ടാവും. അപ്പോൾ അവിടെ ഓരോ ദിവസം ഇങ്ങനെ മാർക്കറ്റ് വരും ആഴ്ചയിൽ. ഞാൻ പഠിക്കുന്ന സമയത്ത് നിന്നെടുത്ത് മൺഡേ ആയിരുന്നു വരുന്നത്. പിന്നെ സൺഡേ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം നിൽക്കുന്നിടത്ത് ഫ്രൈഡേ ആണ്. എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കിട്ടും. ചെറിയ മാർക്കറ്റാണ് കേട്ടോ. ചിലത് വലിയ മാർക്കറ്റ് വരും ചില സ്ഥലങ്ങളിൽ, പക്ഷെ അത് കുറച്ച് ദൂരമായതുകൊണ്ട് ഇവിടെ ചെറിയ മാർക്കറ്റാണ്. അപ്പം അത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ ദിവസം മൊത്തം എൻഗേജ്ഡ് ആണ്. ഞാനൊരു ക്വിക്ക് നാപ്പൊക്കെ എടുത്തിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സമയം ഞാൻ ഇരുന്നായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ
പണി പാളും. പിള്ളേർ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രത്യേകിച്ച് ന്യൂട്രീഷൻ ആയതുകൊണ്ടേ കുറേ സംശയങ്ങൾ ഉണ്ടാവും അവർക്ക്. അപ്പം എൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഞാനൊരു ക്വിക്ക് ഷവറൊക്കെ എടുത്തു. ഇപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. 2:30-ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സാണ്. ഞാൻ എൻ്റെ വീഡിയോ ഓണാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് സമയം. അതുകൊണ്ട് ഒന്ന് പ്രസൻറ്റബിളായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന ആ ഒരു ഫേസ് വെച്ചിട്ട് സ്റ്റുഡൻസിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അപ്പം 2:30 ആകുമ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ PPT ജസ്റ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാണ്. ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ കേട്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് 2:30 ആകുമ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. The open sky, oh, whispering pines, sing me your. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നല്ല സെഷനായിരുന്നു കേട്ടോ. അതിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. ഇന്ന് എന്താണെന്നറിയില്ല, കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. സാധാരണ 1 മണിക്കൂർ ക്ലാസ് 1 hour ക്ലാസ്, പക്ഷെ അത് 2 മണിക്കൂറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഫുഡിൻ്റെതായതുകൊണ്ട് ഇങ്ങനെ പിള്ളേർ ചോദിച്ചുകൊണ്ടേയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പം ഇന്ന് എന്താ അറിയില്ല, കഴിഞ്ഞ 2 ക്ലാസ്സിലും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തുകൊണ്ടായിരിക്കും ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചുള്ളൂ എന്നോട്. ക്ലാസ് കഴിഞ്ഞ് എനിക്ക് എടുക്കുമ്പം ഞാൻ മൂഡ് ഓഫ് ആയിരിക്കും അധികം മിക്കവാറും. പക്ഷേ ക്ലാസ് എടുത്ത് കഴിയുമ്പം അവരോട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പം ഭയങ്കരമായിട്ട് ഒരു പ്ലസൻ്റ് ആവും. എന്നെ സംസാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഭയങ്കര പ്ലസൻ്റ് ആവും. പക്ഷേ സ്റ്റിൽ എന്താ ടീച്ചിങ് എനിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് അറിയില്ല. എടുത്ത് കഴിയുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും. പക്ഷെ അറിയില്ല, ക്ലാസ് ഒന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്താ ഒരു അറിയില്ല. പക്ഷേ എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. ഇവിടുന്നായിരുന്നു ഞാൻ ക്ലാസ് എടുത്തത്. ഞങ്ങളുടെ വർക്കിംഗ് സ്പേസാണത്. ഇത് കസേര. ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഓ മൈ ഗോഡ്, 4 മണിയായി. ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. വെറുതെ എനിക്ക് വിശക്കുന്നേ. ഞാൻ ലഞ്ച് കഴിക്കട്ടെ ആദ്യം. എന്താ വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഈ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഈ പ്രിപ്പറേഷനായി. അതിനുശേഷം ഞാൻ ബാത്തെടുത്തു. പിന്നെ നേരെ ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും ഇരുന്നു. അപ്പം അതുകൊണ്ട് സമയം മറന്നുപോയി ശരിക്കും ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ലഞ്ച് കഴിക്കാം. ഫുഡ് കഴിക്കാം. ഇവിടെ നല്ല മാങ്ങ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഉള്ളതിനെക്കാട്ടും നാട്ടിൽ ഈ വേനൽക്കാലത്തൊക്കെ നല്ല ഇതായിരിക്കേ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് എന്തോ കുറയുന്ന പോലെ തോന്നും. അപ്പം എനിക്ക് പണ്ടേ ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്തെ ഇവിടുത്തെ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഒരു മെയ് പകുതി ഒക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി മധുരം വെക്കുക. നല്ല നോക്കി മേടിക്കാൻ അറിയണം കേട്ടോ. എനിക്ക് ഫ്രൂട്ട്സ് ഞാൻ പണ്ട് ഇവിടെ നിന്നാണ് ഞാൻ ഫ്രൂട്ട്സ് നോക്കി മേടിക്കാൻ പഠിച്ചത്. അപ്പം വീട്ടിൽ നിന്നൊക്കെ ഞാനല്ലാതെ വേറെ ആരും ഫ്രൂട്ട്സ് മേടിക്കില്ല. നോക്കി നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ മധുരം ഉള്ളത് നോക്കി എടുക്കാൻ എനിക്കറിയാം. അതാ ഈ മാങ്ങ ഉണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ. നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പം തേൻ പോലെ ഉണ്ട് ആക്ച്വലി. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇപ്പം എനിക്ക് ആക്ച്വലി വിശക്കുന്നില്ല. പക്ഷെ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ വിശക്കുമ്പോൾ അപ്പം തന്നെ എനിക്ക് എടുത്ത് കഴിക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഡെസേർട്ട്സൊക്കെ നമുക്ക് ഇപ്പം എനിക്ക് ഈ കേക്കൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ കേക്ക് എന്നല്ല, ഈ മധുരമുള്ള തണുത്തതൊക്കെ കഴിക്കാൻ തോന്നാറുണ്ട്. ഇടയ്ക്ക് ഒരു ക്രേവി വരാറുണ്ട്. അപ്പം ഇടയ്ക്ക് ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും. അപ്പം നമുക്ക് ബഡ്ജറ്റൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മന്തിലത് പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങനെ എന്താ കഴിക്കാമെന്ന് ആലോചിച്ചിരിക്കും. പെട്ടെന്ന് എനിക്ക് മാങ്ങയുടെ ഓർമ്മ വരും. അപ്പോൾ തണുത്ത മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ മുറിച്ച് അങ്ങനെ കഴിക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡെസേർട്ട് കഴിച്ചാൽ നല്ല മധുരവും ഉണ്ടാവും,
തണുപ്പും ഉണ്ടാവില്ല. അപ്പോൾ ആ കഴിച്ച ഒരു ഫീല് കിട്ടും. പിന്നെ മാങ്ങ മുറിക്കുന്നത് ഒരു കലയാണ് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് അമ്മയുടെ അടുത്താണ് അത് കിട്ടിയത്. അച്ഛനെ അങ്ങനെ വൃത്തിയിൽ മുറിച്ച് കൊടുക്കണം. അപ്പോൾ അത് അച്ഛന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പം ഞാനും അത് കണ്ട്, അപ്പം അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചിട്ട് എനിക്കറിയാം. അത് അത്ര വൃത്തിക്കൊന്നും മുറിക്കില്ല, പക്ഷെ എന്നാലും ഏകദേശം നല്ല ഭംഗി, മീൻസ് നമുക്ക് കഴിക്കാൻ ഇങ്ങനെ തോന്നും. നാടൻ രീതിയിലാണ് മുറിക്കുക കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം മാങ്ങയൊക്കെ മുറിച്ച് വെച്ചു. ഇനി എനിക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിച്ചാൽ മതി. അതുകൊണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. നല്ല തണുത്ത് കഴിക്കാമല്ലോ. കൊടുത്തു സമയത്ത് 5 മണിയായിട്ടുണ്ടോ. ഇനി എനിക്ക് 1-2 കോൾസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഉറങ്ങും. നല്ല ക്ഷീണമുണ്ട്. ഇന്നൊരു ബിസി ഡേ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടും ഇനിയുണ്ട്, മാർക്കറ്റിലൊക്കെ പോകാനുണ്ട്, പച്ചക്കറി വാങ്ങിക്കാനുണ്ട്, ഡിന്നർ കുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഫുള്ളി എൻഗേജ്ഡാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാനൊന്ന് കോൾസൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങട്ടെ, അതിന് ശേഷം കാണാം. ഓക്കെ. Gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune. Caught in the rhythm of the stars and the moon. Teach me the language of rustling. Stories that linger on the breath of the breeze. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞ മാർക്കറ്റ്. ഇത് സാധാരണ റോഡാണ്, പക്ഷെ വെള്ളിയാഴ്ചകളിൽ മാത്രം ഈവനിങ് ഇങ്ങനെ ഒരു മാർക്കറ്റ് അവിടെ വരും കേട്ടോ. നല്ല പച്ചക്കറികളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയ ശേഷം വീട്ടിലെത്തി എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തു. ഡിന്നറും അപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ കഴിച്ചത്. പുട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാവ് ബാക്കിയുണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ സ്റ്റൂവും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഡിന്നറായിട്ട് കഴിച്ചുകൊണ്ട്. അതും വീണ്ടും ഞാനത് ഷൂട്ട് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി സ്കിൻ കെയർ ചെയ്യണം. ഞാൻ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ എപ്പോഴോ ഒന്ന് ഞാൻ വർക്കിന് ജോയിൻ ചെയ്തപ്പം, ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അത് ഡ്രോപ്പായിപ്പോയി. അപ്പോൾ വീണ്ടും അതിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം ഇനി. അപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് കിടന്നുറങ്ങും, അത്ര. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഞാൻ എന്താ കാര്യമായിട്ടൊന്നുമില്ല, ആകെ 3 പ്രോഡക്ട്സോ മറ്റോ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ എന്നാലും ഞാനത് കാണിക്കാം. ഓക്കെ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ ആകെ 3 പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് ആദ്യം ഫേസ് വാഷ് ചെയ്യും, പിന്നെ ഒരു ടോണർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും, അതിനുശേഷം ഒരു സിറത്തിന് ശേഷം പിന്നെ ഒരു മോയ്സ്ചറൈസർ. അത് മാത്രമേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് കേട്ടോ.